Dr. Muhammad Aslam, consultant pediatrician in Shanti Hospital. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammad wa ala ali Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammad wa ala ali Muhammad. Kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Allahumma rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംഫയുടെ ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനത്തെ ഒരു സെഷന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം നൽകിയതിന് നിങ്ങളോടെല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും സംസാരിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ സജീവമാകുന്നു എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷം അർഹിക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വിഷയം കുറച്ചൊരു ദൈർഘ്യമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക് ദ റിയാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഗോഡ് ആൻഡ് ഹ്യൂമൻ എന്നുള്ളതൊരു കുറച്ചധികം ടോപ്പിക്കുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്യാപ്ഷൻ നല്ല കിട്ടതാണ്. ദ റിയാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യ അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ ഒരു പ്രസന്റേഷന്റെ ക്യാപ്ഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ പ്രസന്റേഷന് മെയിൻലി 2 പോർഷനാണുള്ളത്. അതില് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ പോർഷൻ എന്തായാലും ഈ സമയത്തിനുള്ളിൽ നമുക്ക് പറ്റില്ല. വേറെ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ ഈ ഒരു പ്രസന്റേഷന്റെ ആദ്യത്തെ ഈ ഭാഗം അവതരിപ്പിക്കുന്നതിൽ തന്നെയും ആദ്യം അതിന് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അവന്റെ ഒരു സ്ഥാനം, അതിന്റെ ഒരു നിസ്സാരത, അതൊക്കെയാണ് ആദ്യ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എത്രത്തോളം വലുതാണ് എന്നുള്ളതുമാണ് ഇൻഷാ അല്ലാഹ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് കുറച്ചൊരു ഇന്ററാക്ഷൻ വേണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പറയുന്നതിന് റെസ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യമായി. ഓക്കെ, ഹൂ ആം ഐ, ആരാണ് ഞാൻ? അതായത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ ഞാൻ മനുഷ്യനാണ് അല്ലെ, ബനുവാദമാണ്, ആദമിന്റെ മകനാണ്. ആരാണ് മനുഷ്യൻ? അല്ലെങ്കിൽ ഞാൻ ഈ ജീവിക്കുന്ന ഭൂമി എന്താണ്? അപ്പൊ മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വൺ അമംഗ് മില്യൺസ് ഓഫ് സ്പീഷീസ് അപ്പോൺ എർത്ത്. ഈ ഭൂമിയിൽ അനേകായിരം സ്പീഷീസുകളുണ്ട്. അതിലെ ഒരു സ്പീഷീസ് ആണ് മനുഷ്യൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ. കോടാനുകോടി സ്പീഷീസുകൾ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ട് അനേകം സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പരിണമിച്ചു വന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് പറയാം. ഇനി ഒരു വിശ്വാസിയുടെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു തആല ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം. എന്താണ് ഈ ഭൂമി എന്ന് ചോദിക്കുമ്പോഴും വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ ഉത്തരം പറയാം. കോടാന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു ഗോളമാണ് ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. കാൾ സാഗൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആസ്ട്രോണമർ ഉണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഭൂമിയെ പറ്റി അദ്ദേഹം പറഞ്ഞതാണ്, ഇറ്റ് ഇസ് എ പെയിൽ ബ്ലൂ ഡോട്ട് ഇൻ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു നീലത്തുള്ളി മാത്രമാണ് ഭൂമി എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പ്രപഞ്ചത്തിന്റെ മൊത്തം ഒരു യൂണിവേഴ്സിറ്റി വലിയൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂമി ഒരു പക്ഷേ വിസിബിൾ പോലും ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു വളരെ നേർത്ത ഒരു നീലത്തുള്ളി മാത്രമായിട്ട് മാത്രമേ നിങ്ങൾക്കൊരു എൻറ്റയർ യൂണിവേഴ്സിന്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഭൂമിയെ അത്ര സിമ്പിൾ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോ ഭൂമിയെ വേണമെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ തുള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷെ അത്ര നിസ്സാരമാണോ ഭൂമി? അത്ര നിസ്സാരമാണോ ഈ മനുഷ്യൻ? ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രപഞ്ചത്തിന്റെ ഒരു ടൈം ലൈൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളുടെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് ഏകദേശം ഒരു 13.8 ബില്യൺ വർഷം മുമ്പാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ബിഗ് ബാങ് സംഭവിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ 13.8 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 crore അല്ലെ. അപ്പോ നമ്മൾ ഒരു മനുഷ്യന് ഒരു ആവറേജ് ലൈഫ് സ്പാൻ നമ്മൾ ഒരു 60, ഒരു കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി ഞാൻ ഒരു 100 നിർത്തി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രായം എന്ന് പറയുന്നത് നമ്മളെക്കാളും ഒരു 13.8 കോടി മടങ്ങ് പ്രായമുള്ള സാധനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇത്രയും വാസ്റ്റ് ടൈം ഫ്രെയിമിലെ ഒരു ചെറിയ പോയിന്റ്, അത് മാത്രമേ ഈ 100 ഇയർ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ 100 ഇയർ പ്രപഞ്ചത്തിന്റെ പ്രായം പരിഗണിക്കുന്ന സമയത്ത് അത് നെഗ്ലിജിബിൾ ആണ്. വളരെ കുറഞ്ഞ കാലം മാത്രമേ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ ജീവിക്കുന്ന അത്രയും നിസ്സാരമായ കാലം മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഞാൻ വെറുതെ അതിനൊരു കാൽക്കുലേഷൻ, ഒരു മനുഷ്യന് ഈ 13.8 കോടി വരെ എണ്ണി തീർക്കണമെങ്കിൽ ഊണും ഉറക്കമില്ലാണ്ട് എണ്ണുകയാണെങ്കിൽ ഏകദേശം 43.5 കൊല്ലെടുക്കും. അത്രയും മടങ്ങ് വലുപ്പം ആണ് പ്രപഞ്ചത്തിന്റെ പ്രായം മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ജസ്റ്റ് നമുക്കൊരു ഇമാജിൻ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കാൽക്കുലേഷൻ പറഞ്ഞു മാത്രം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഒരു ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരു നെഗ്ലിജിബിൾ സമയത്ത് മാത്രമേ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഇവിടെ പോസിബിൾ ആകുന്നുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും നമ്മളില്ല ഈ പ്രപഞ്ചത്തിന്റെ ഒരു ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിപ്പോ ഞാൻ ടൈം ഫ്രെയിമിൽ ഒരു ടെമ്പറൽ ഗ്രാഫിലുള്ള ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി പ്രപഞ്ചത്തിന്റെ ഒരു സ്പേഷ്യൽ ഡയമെൻഷനിൽ മനുഷ്യൻ എത്ര വലുതാണ് അല്ലെങ്കിൽ മനുഷ്യൻ എത്ര ചെറുതാണ് എന്നുള്ളതാണ് ഇനിയത്തെ സ്ലൈഡുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഭൂമിയെക്കാളും എത്രയോ മടങ്ങ് വലുതാണ് സൂര്യൻ എന്ന് പറയുന്നത് അല്ലെ. സൂര്യനാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ. ഭൂമിയെക്കാളും എത്രയോ മടങ്ങ് വലുപ്പമുള്ള സാധനമാണ് സൂര്യൻ. സൂര്യൻ ഭൂമിയുടെ എത്ര മടങ്ങ് വലുപ്പമുള്ളതാണെന്നുള്ളത് പറയും. 13 ലക്ഷം, ഓക്കെ, 1.3 മില്യൺ എർത്ത് can be accommodated inside the sun. ഓക്കെ, അപ്പൊ ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലുപ്പമുള്ള സാധനമാണ് നമ്മുടെ സൺ എന്ന് പറയുന്ന സാധനം. ഇപ്പൊ നമ്മൾ ആ ഭൂമിയിൽ നിൽക്കുന്ന നമ്മളുടെ വലിപ്പം നമ്മൾ അസസ് ചെയ്യാനുള്ള ഒരു ചെറിയ ഉപാധിയായിട്ട് പറഞ്ഞത് മാത്രം. അപ്പൊ ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിയ സാധനമാണ് നമ്മുടെ സൺ. ഓക്കെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്റ്റാർ സണ്ണ് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും നിയറസ്റ്റ് സ്റ്റാറിന്റെ പേരാണ് പ്രോക്സിമ സെഞ്ചുറി. ഓക്കെ, പ്രോക്സിമ സെഞ്ചുറിയിലേക്കുള്ള ദൂരം നമ്മൾ കിലോമീറ്ററിൽ നമുക്ക് പിന്നെ മെഷർ ചെയ്യാൻ കഴിയില്ല. 4.3 ലൈറ്റ് ഇയർ, പ്രകാശവർഷം. നമുക്കറിയാം പ്രകാശവർഷം എന്താണെന്നുള്ള ഏകദേശത്തിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരു സെക്കൻഡിൽ ഒരു പ്രകാശരശ്മി 3 lakh കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ ഒരു മിനിറ്റിലാവുമ്പോൾ ഇൻറ്റു 60, ഒരു മണിക്കൂറിലാവുമ്പോൾ ഇൻറ്റു 60, ഒരു ദിവസത്തിലാവുമ്പോൾ ഇൻറ്റു 24, ഒരു വർഷത്തിലാവുമ്പോൾ ഇൻറ്റു 365. അങ്ങനെ 4.3 വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് ലൈറ്റ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ദൂരത്താണ് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള സണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മളോട് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ആയിട്ടുള്ള പ്രോക്സിമ സെഞ്ചുറിയിലേക്കുള്ള ദൂരമാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലൈറ്റ് ഇയർ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമുക്കതിങ്ങനെ തിയററ്റിക്കലി മാത്രമേ അറിയുള്ളൂ. നമ്മൾ അനുഭവിച്ച ദൂരം എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഞാൻ ആ 4.3 ലൈറ്റിനെ കിലോമീറ്ററിലാക്കിയിട്ടുള്ള വലിയൊരു സംഖ്യയാണ് നിങ്ങൾ റൈറ്റ് സൈഡ് ഓഫ് സ്ക്രീനിൽ കാണുന്നത്. ഒരു 40681 എന്നൊക്കെ പറഞ്ഞ വലിയൊരു സംഖ്യ കാണുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു വലുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അഗെയിൻ ഒരു ബ്രെയിൻ സ്റ്റോമിങ്. ഒരു മനുഷ്യൻ അത് എണ്ണാൻ തുടങ്ങി. ഒരു സെക്കൻഡിൽ ഒരു അക്കം എന്നുള്ള ആൾക്ക് എണ്ണാൻ തുടങ്ങി. 1 2 3 4 എണ്ണാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ലാതെ മനുഷ്യൻ അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ, എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് എണ്ണി തീരില്ല, എത്ര മാസം കൊണ്ട് ആ ഒരു സംഖ്യ എണ്ണി തീർക്കാൻ കഴിയും? നോക്കൂ, ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ, ഊണും ഉറക്കവും ഇല്ലാതെ എണ്ണുകയാണെങ്കിൽ അയാൾ 21,500 തവണ ജനിച്ചു മരിച്ചാൽ മാത്രമേ നിങ്ങൾ നേരത്തെ കണ്ട സംഖ്യ എണ്ണി തീർക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് സണ്ണ് കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന സ്റ്റാറിലേക്കുള്ള ദൂരത്തിന്റെ അവസ്ഥയാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അത് എണ്ണി തീർക്കണമെങ്കിൽ ഒരു മനുഷ്യൻ 21,500 തവണ ജനിച്ചു മരിച്ചാൽ മാത്രമേ ഇത്രയും വലിയൊരു സംഖ്യ, അതിന് കിലോമീറ്ററിലാക്കിയ സംഖ്യ എണ്ണി തീർക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവും എത്ര ദൂരെയാണ് നമ്മൾ ഏറ്റവും അടുത്ത് എന്ന് പറയുന്ന നക്ഷത്രം കിടക്കുന്നത് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്, എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവേണ്ടത്, നമ്മൾ ഭൂമി ഏകദേശം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ആ ഭൂമി ആ ഭൂമിയായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓരോരോ സാധനങ്ങളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണണം, മനസ്സിൽ കാണണം. ഓക്കെ, അപ്പൊ ആ ഭൂമി എത്ര ചെറുതാണെന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. ഫസ്റ്റിൽ കാണുന്ന പ്ലൂട്ടോ ആണ്. നമുക്കറിയാം ഇപ്പൊ അത് ഒരു പ്ലാനറ്റ് എന്നുള്ളതിന് ഔട്ട് ആയിട്ടുണ്ട്. അഗൈൻ മൂൺ, അതിനേക്കാൾ വലിയ സൗണ്ട് ഇപ്പൊ വരും. ഓക്കെ, ഇത് ചൊവ്വയാണ്. അതിന്റെ വലിപ്പം കൂടുന്നത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണണം. ഓക്കെ, വീനസ് ഓൾമോസ്റ്റ് എർത്തും വീനസും ഓൾമോസ്റ്റ് എർത്ത് 13,000 കിലോമീറ്റർ ആണ് എർത്തിന്റെ ഡയമീറ്റർ, 13,000. പക്ഷെ അതിനേക്കാൾ വലിയ ഐസ് പ്ലാനറ്റ് ആണ്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഭൂമിയായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ കാണണം. സാറ്റേൺ ഭൂമിയുടെ 10 ഇരട്ടി ഏകദേശം വലിപ്പുണ്ട്. ഇതെല്ലാം സൂര്യനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വളരെ 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 ചെറുതാണെന്നുള്ളതാണ് വസ്തു. ഭൂമി ഒരു കാണാൻ പോലും പറ്റാത്തത്രയും ചെറുതാണ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം. സൂര്യന് ഒരു ഡോഫ് സ്റ്റാർ ആണ്. അതിനേക്കാൾ വലിയ സ്റ്റാറുകൾ നമ്മുടെ ഈ പ്രകൃതിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ അഗൈൻ സൂര്യൻ തന്നെയും ഇപ്പൊ ചെറുതായി തുടങ്ങി. നിങ്ങൾ നോക്കൂ, സൂര്യൻ നമ്മൾ കാണുന്ന വലുത് എന്ന് പറഞ്ഞ സൂര്യൻ കാണാൻ തന്നെ ഇല്ലാണ്ടായിരിക്കും. എത്രയോ വലിയ സ്റ്റാറുകൾ ജയൻ സ്റ്റാർ ആണ് പറഞ്ഞത്. ഈ സൂപ്പർ ജയൻ സ്റ്റാർ. പക്ഷെ ആ സൂപ്പർ ജയൻ സ്റ്റാറിനെ പോലും കവച്ച് വെക്കുന്ന എത്രയോ മടങ്ങ് വലിപ്പമുള്ള സ്റ്റാറുകൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്. This is a hyper giant star. ഇപ്പോൾ നമ്മുടെ ഭൂമി ഒന്നും ചിത്രത്തിലില്ല. ഭൂമി പോയിട്ട് ഇല്ല. എത്രയോ മടങ്ങ് ഇമേജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും വലുതാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ സണ്ണോ ചെറിയ അപ്രത്യക്ഷമായിരിക്കും. എത്രയോ ലക്ഷം മടങ്ങ് നമ്മുടെ കാണുകയില്ല. നമുക്ക് ലോകത്തിൽ നശിച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും വലുതായിരിക്കും. ഒരു നെബുലയാണ്. പ്രപഞ്ചം വലുതാണ്. പക്ഷെ ഒരു കുള്ളൻ ഗാലക്സി നേരത്തെ കണ്ടതൊക്കെ ചെറുതായി. ഗാലക്സി 4,000 ലൈറ്റ് ഇയറാണ്. 1 lakh ലൈറ്റ് ഇയർ വലുതാണ്. പക്ഷെ ആ മിൽക്കിന്റെ പോലും ഒരു കുട്ടികൾ മാത്രമാകുന്ന അത്ര ഗാലക്സി. ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ഒരു ഡയമെൻഷനാണ് കാണിക്കുന്നത്.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ പല വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എത്ര നിസ്സാരമാണെന്നുള്ളത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ് ഈ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയുന്നതും പ്രപഞ്ചത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ഈ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതിലെ മിൽക്കി വേ എന്ന് പറയുന്നത്, ആ മിൽക്കി വേയിൽ തന്നെയും സൂര്യൻ എന്ന് പറയുന്നത്, ആ സൂര്യനിൽ തന്നെയും ഭൂമി എന്ന് പറയുന്നത്, ആ ഭൂമിയിൽ തന്നെയും നമ്മൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ ഇതിനേക്കാളും അത്ഭുതപ്പെടുന്ന ചില വചനങ്ങൾ ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ വലിയൊരു പ്രപഞ്ചത്തെ കണ്ടു, പക്ഷെ ഖുർആൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇന്ന സയ്യന്ന സമാ ദുന്യ ബിസീനത്തിനൽ കവാക്കിബ്, തീർച്ചയായും നാം സമാ ദുന്യയെ, അതായത് ഏറ്റവും അടുത്തുള്ള സ്കൈനെ നാം നക്ഷത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട് ഈ ഏറ്റവും അടുത്തുള്ള പിന്നെ സ്കൈനെ നാം വിളക്കുകളാൽ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. ഏതായിരുന്നു ആയത്ത് പെട്ടെന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ചിലപ്പോൾ നമുക്കറിയാം, ഖുർആനിന്റെ ഒരു വേൾഡ് വ്യൂ അവതരിപ്പിക്കുന്ന സമയത്ത്, പ്രപഞ്ചത്തിനെ അവതരിപ്പിക്കുന്ന സമയത്ത് 7 ആകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 7 ആകാശങ്ങളിലെ സമാ ദുന്യയിലാണ് അള്ളാഹു ഈ സ്റ്റാറുകൾ, ഈ വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്ന സർവമാന സംവിധാനങ്ങളെയും അള്ളാഹു വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സമാ ദുന്യയിലാണ്. ഇന്ന സയ്യന്ന സമാ ദുന്യ ബി സീനത്തിൽ കവാക്കിബ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ നമ്മൾ കണ്ട വലിയൊരു പ്രപഞ്ചം, നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ സ്റ്റാറും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ ഉള്ള ഈ സംഭവത്തെ ഖുർആന്റെ ഈ ആയത്തുകളിലേക്ക് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇതെല്ലാം ദുന്യയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും 7 ആകാശം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തത്രയും വലുതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഈ പ്രപഞ്ചത്തിലുള്ള ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തിൽ ഇത് കാലിയായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സോറി അതിന്റെ മുന്നേ ഒരു പോയിന്റ്. ഇപ്പൊ നമ്മളൊരു 7 ആകാശങ്ങളുടെ വലിയൊരു പ്രപഞ്ചത്തെ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രപഞ്ചത്തെ 7 ആകാശങ്ങളെ അള്ളാഹുവിന്റെ കുർസിയുമായിട്ടും അള്ളാഹുവിന്റെ അർഷുമായിട്ടും കമ്പയർ ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് പ്രകാരമാണ് നമ്മൾ ഈ കാണുന്ന 7 ആകാശങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കുർസീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഒഴിഞ്ഞ മരുഭൂമി, ഒരു കാലി മരുഭൂമിയിൽ, ഒരു വിശാലമായ മരുഭൂമിയിൽ അതിന്റെ ഏതോ ഒരു മൂലയിലിട്ട ഒരു വട്ടമോതിരം. ആ വട്ടമോതിരം എത്ര ചെറുതാണോ ആ മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ചെറുതാണ് ഈ പറഞ്ഞ 7 ആകാശവും അള്ളാഹുവിന്റെ കുർസീനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. ഇനി അള്ളാഹുവിന്റെ കുർസി അള്ളാഹുവിന്റെ അർഷിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ അഗെയിൻ ഒരു ഒഴിഞ്ഞ ഡെസേർട്ടിന്റെ ഒരു മൂലയിലിട്ട ഒരു വട്ടമോതിരം പോലെയാണ്, ഒരു റിങ് പോലെയാണ് അള്ളാഹുവിന്റെ കുർസി അള്ളാഹുവിന്റെ അർഷിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഈ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ എത്രമാത്രം വലുതാണ്. ഏതൊരു അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ പോയിട്ട് 5 വക്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, ഏതൊരു അള്ളാഹുവിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇനി ഈ ഒരു പ്രപഞ്ചം, ഇത്രയും വലിയൊരു പ്രപഞ്ചം, ഈ സംവിധാനങ്ങൾ ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുന്നു, അതിന്റെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടുന്നു. ഇനി അതൊരു കാലി സ്ഥലമാണ് എന്നൊരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഒരു ഒഴിഞ്ഞ സ്പേസ് ആണ് എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അവിടെ എല്ലാം തന്നെയും അള്ളാഹുവിന്റെ അബ്ദുകളുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇൻഷാ അല്ലാഹ് ഹദീസ് വിശദമായിട്ട് പിന്നീട് വരുന്നുണ്ട്, തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. There is no spot the size of 4 fingers in them except that there is an angel placing his forehead in it, prostrating to Allah. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു മലക്ക് നെറ്റി വെച്ചിട്ടല്ലാതെ ഈ കണ്ട എൻ്റെ പ്രപഞ്ചത്തിലും മനുഷ്യന്റെ 4 വിരൽ വെക്കാനുള്ള സ്പേസ് പോലും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ കണ്ട പ്രപഞ്ചം മൊത്തം മലക്കുകളാൽ നിബിഡമാണ്. മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ സുജൂദിലായിക്കൊണ്ട്. അപ്പൊ
ഈ എൻ്റയർ യൂണിവേഴ്സും നിറച്ച് മലക്കുകളാണ് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, അപ്പൊ ഇത്രയും പ്രവിശാലമായ ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഇപ്പൊ നമ്മളുടെ 7 ആകാശങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കുർസി, അർഷിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുർസി വളരെ ചെറുതാണ് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന്റെ കുർസീനെ വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ ഈ 7 ആകാശങ്ങളും വളരെ ചെറുതാണ് നമ്മൾ മനസ്സിലായി. ഈ 7 ആകാശങ്ങളിൽ തന്നെയും സമാഉദ്ദുന്യ എത്രത്തോളം ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ആ സമാഉദ്ദുന്യന്റെ വലുപ്പം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ആ സമാഉദ്ദുന്യയിലെ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി എത്ര ചെറുതാണ് എന്ന് നമ്മൾ കണ്ടു. പക്ഷെ അത് എത്ര വലുതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിൽ തന്നെയും ഒരു ഒരു കുഞ്ഞു ഡോട്ട് മാത്രമായിട്ടുള്ള ഒരു സൂര്യന്റെ 13,00,000 മാത്രം വലുപ്പമുള്ള ഒരു ഭൂമി, ആ ഭൂമിയിലെ മേജർ പോർഷനും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലങ്ങളാണ്. കടലാണ് വലിയൊരു ശതമാനം, കുറെ സ്ഥലം മരുഭൂമിയാണ്, വേറെ കുറെ സ്ഥലം പർവ്വതങ്ങളാണ്. അതിൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ മനുഷ്യന് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെയും 10-200 രാജ്യങ്ങളിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ കുഞ്ഞു കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ എത്ര പ്രാധാന്യമേ അർഹിക്കുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ അത്ര ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൃഷ്ടിയാണോ നമ്മൾ? ആർ ഹ്യൂമൻസ് ട്രൂലി ഇൻസിഗ്നിഫിക്കന്റ്? ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ വളരെ നിസ്സാരനും ഒരു സിഗ്നിഫിക്കൻസും അർഹിക്കാത്തതുമാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നും. പക്ഷേ ഖുർആൻ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയല്ല മനസ്സിലാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ഖുർആന്റെ ഒരു ആഖ്യാനം അനുസരിച്ചിട്ട് മനുഷ്യൻ അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില ആയത്തുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കണം. സൂറത്തുൽ ബഖറ നമുക്ക് അറിയാവുന്ന ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എന്റെ റെപ്രസെന്റേറ്റീവിനെ, എന്റെ അംബാസഡറിനെ, എന്റെ ഖലീഫയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഇപ്പൊ വേറെ ഒരു മഖ്ലൂക്കിനും കൊടുക്കാത്ത, വേറെ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത വലിയ പദവി അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്താണ് പദവി? അള്ളാഹുവിന്റെ ഖലീഫ എന്നുള്ള വലിയൊരു പൊസിഷൻ അള്ളാഹു ഈ കുഞ്ഞു ജീവിക്ക് നൽകിയിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ മീൻസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ പ്രപഞ്ചത്തിലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ ഒരു ജീവിക്ക് അള്ളാഹു താല ഇങ്ങനെയും വലിയ ഒരു പദവി നൽകിയിട്ടുണ്ട്. അള്ളാഹു താല സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നമ്മൾ പ്രപഞ്ചത്തിന്റെ വലുപ്പം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ നിറയെ മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ എൻറ്റയർ മലക്കുകളുടെ വ്യൂഹത്തിനെയും അള്ളാഹു വിളിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആ മലക്കുകളോടെല്ലാം തന്നെയും എന്റെ നിങ്ങളുടെ വല്യപ്പാനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് മാത്രം ചെയ്തില്ല. അബാ വസ്തക്ബറ, അവൻ അതിൽ പിന്മാറുകയും അഹങ്കരിക്കുകയും ചെയ്തു. വകാന മിനൽ കാഫിരീൻ, അതുവരെ വലിയ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഇബ്ലീസ് എന്റെയും നിങ്ങളുടെയും പ്രപിതാവിനെ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അത് കേൾക്കാത്തതിന്റെ പേരിൽ അയാൾ കാഫിറാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് അയാൾ അവിടുന്ന് പുറത്താക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്തുമാത്രം ഗൗരവം അർഹിക്കുന്ന ഒരു പൊസിഷനാണ് അള്ളാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് എന്ന് മാത്രമോ അള്ളാഹു പറയുന്നു. സൂറത്ത് ഇബ്രാഹിമിലുള്ള ആയത്തുകളാണ്. അല്ലാഹുല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, അള്ളാഹുവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ പെയ്യ്ക്കുന്നു, നിങ്ങൾക്കുള്ള റിസ്ക് ഇവിടുന്ന് മുളപ്പിച്ചു തരുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രി ഫിൽ ബഹരി ബിഅംരിഹി വസഖറ ലക്കുമുൽ അൻഹാർ, നിങ്ങൾക്ക് അള്ളാഹു കടലിനെ കീറി മുറിച്ച് ചീറിപ്പാഞ്ഞു പോകുന്ന കപ്പലിന് അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, നിങ്ങൾക്ക് അള്ളാഹു കുത്തി ഒഴുകുന്ന നദികളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കും ശംസ വൽ ഖമറ ദാഇബൈൻ, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കും ലൈല വൻ നഹാർ, ഇരുട്ടിനെയും രാത്രിയെയും പകലിനെയും എല്ലാം ഈ കുഞ്ഞു മനുഷ്യൻ എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ഒരു വലുപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് അതിനിസ്സാരനായ ഈ കുഞ്ഞു ജീവിക്ക് ഇത്രമാത്രം വലിയ പ്രാധാന്യവും അള്ളാഹു പറയാണ്. വസഖറ ലക്കും ശംസ വൽ ഖമർ, നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും കടലിനെയും കരയെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാം ഈ കൊച്ചു ജീവിക്ക് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഈ കുഞ്ഞു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇബ്ലീസിനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് ഈ കുഞ്ഞു ജീവി എത്തിയത്?
ഇതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? അള്ളാഹു തന്നെയും അള്ളാഹു പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ബനി ആദമിനെ നാം ആദരിച്ചിരിക്കുന്നു. ഏതൊരു അള്ളാഹുവാണ് ഈ പറയുന്നത്? നമ്മൾ നേരത്തെ ഒരു പ്രപഞ്ചത്തിന്റെ ചിത്രം കണ്ടു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ട്. ഈ എൻറ്റയർ സിസ്റ്റത്തിനെയും എൻറ്റയർ കോസ്മോസിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അള്ളാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം, ബനി ആദമിനെ നാം ആദരിച്ചിരിക്കുന്നു, റെസ്പെക്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? എന്താണ് ഇത്രയും ഗൗരവം അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് മനുഷ്യനെ എത്തിച്ചത്? അതിന്റെ ഉത്തരം അള്ളാഹു തആല നിരവധി സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു വലിയൊരു ഉത്തരവാദിത്വം, ഖിലാഫത്ത് എന്ന് പറയുന്ന ഈ വലിയ ഉത്തരവാദിത്വം, ഈ മേജർ റെസ്പോൺസിബിലിറ്റി അള്ളാഹു എല്ലാ സാധനങ്ങളുടെയും മുമ്പിൽ വെച്ച് നോക്കി ആരും ഏറ്റെടുത്തില്ല. സൂറത്തുൽ അഹ്സാബിൽ അത് പറയുന്നുണ്ട്. ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹ അൽ ഇൻസാൻ. അള്ളാഹു ഈ ഉത്തരവാദിത്വം, ഈ അമാനത്തിനെ അള്ളാഹു ആകാശങ്ങളുടെ മുമ്പിൽ വെച്ച് നോക്കി. ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു സൃഷ്ടിപ്പാണ് എന്ന് നമുക്കറിയാം. അതിന്റെ മുമ്പിൽ ഈ അമാനത്ത് വെച്ചു, അവരത് ഏറ്റെടുത്തില്ല. വൽ അർദ്, ഭൂമിയുടെ മുമ്പിൽ വെച്ചു. വൽ ജിബാൽ, പർവ്വതത്തിന്റെ മുമ്പിൽ വെച്ചു. ഫഅബൈന അൻ യഹ്മിലഹാ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും അവരെല്ലാം തന്നെ വിട്ടുമാറി. അവരാരും അത് ഏറ്റെടുത്തില്ല. വഅശ്ഫഖന മിൻഹാ, അവരെല്ലാവർക്കും ഭയമായിരുന്നു, അവർ വിട്ടുമാറി. വഹമലഹ അൽ ഇൻസാൻ, ഈ റെസ്പോൺസിബിലിറ്റി, ഇവരെല്ലാം മടിച്ചു നിന്ന ഈ റെസ്പോൺസിബിലിറ്റി മനുഷ്യനെ ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വത്തിന്റെ, ആ ഗൗരവം അർഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഭാരം എത്രയാണ് എന്ന് ആ കൊച്ചു ജീവി തിരിച്ചറിഞ്ഞോ? അതുകൊണ്ടാണ് അള്ളാഹു തആല വളരെ അത്ഭുതത്തോടും, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നഹു കാന വലൂമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ അങ്ങേയറ്റം അവിവേകിയും അക്രമിയുമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഗൗരവവും ഭാരവും എത്രത്തോളമാണ് എന്ന് ആ കൊച്ചു ജീവി തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? അള്ളാഹു നമുക്കൊരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് ഏതർ നമുക്ക് ശുക്ർ ചെയ്യാം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാം. ഇമ്മ ഷാക്കിറം വ ഇമ്മ കഫൂറ, ഒന്നിക്കൽ നമുക്ക് നന്ദിയുള്ള യഥാർത്ഥ സച്ചരിതനായ അടിമയായിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദികേട്. ഈ ചോയ്സ് നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. ഹ്യൂമൻ ട്രയൽ, ആ സംഭവത്തിന് മനുഷ്യൻ വിധേയമാണ്. ഈ പ്രപഞ്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോസസ് എന്ന് പറയുന്നത്, എൻറ്റയർ കോസ്മോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോസസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ട്രയലാണ്. ഈ ഹ്യൂമൻ ട്രയലിന് വേണ്ടിയിട്ടാണ് ബാക്കി സർവമാന സംവിധാനങ്ങളെയും അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹൂദ് അള്ളാഹു തആല പറയുന്നു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ, അവനാകുന്നു അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും 6 ഘട്ടങ്ങളിലായി, 6 ദിനങ്ങളിലായി സൃഷ്ടിച്ചത്. വകാന അർശുഹു അലൽ മാഇ, അള്ളാഹുവിന്റെ ആധിപത്യം വെള്ളത്തിന്മേലായിരുന്നു. അള്ളാഹുവിനറിയാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. എന്നിട്ട് അള്ളാഹു ഈ പേർപ്പസ് ഓഫ് ക്രിയേഷൻ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെ, എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയെ, എന്തിനു വേണ്ടിയിട്ടാണ് സംവിധാനങ്ങൾ ഒരുക്കിയത്? അള്ളാഹു പറയുകയാണ്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റത്തിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ എൻ്റെ സിസ്റ്റത്തിനെയും സംവിധാനിച്ചതിന്റെ ഏറ്റവും പ്രൈം പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ട്രയൽ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ സ്ഥിരം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫിൽ. അല്ലാഹു തആല പറയുന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, തീർച്ചയായും നാം ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ, ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം തന്നെയും അതിന് നാം ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ മുകളിൽ ധാരാളക്കണക്കിന് അലങ്കാരങ്ങളുണ്ട്. പൂവുണ്ട്, പൂമ്പാറ്റിയുണ്ട്, പല നിലക്കുള്ള അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും ഭൂമിക്ക് മുകളിലുണ്ട്. എന്തിന്? ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, മനുഷ്യ നിന്നിൽ ആരാണ് ഏറ്റവും ഇഹ്സാനോട് കൂടിയിട്ട് അമല് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പൂവിനും പൂമ്പാറ്റക്കും ഭംഗിയുണ്ടായത്. അതിനു വേണ്ടിയിട്ടാണ് കുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഇത്രമേൽ അലങ്കാരപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ വേർഷൻ. മനുഷ്യനെ പരീക്ഷിക്കുക എന്ന പ്രക്രിയയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ എ പെയിൽ ബ്ലൂ ഡോട്ട്. ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ പെയിൽ ബ്ലൂ ഡോട്ട്. ഇതൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നീല തുള്ളി മാത്രമാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. മറിച്ച് ഇറ്റ് ഈസ് ദ സൈറ്റ് വേർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇവന്റ് ഇൻ
ഇവന്റ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് ഹാപ്പനിങ്. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്, അതായത് ഹ്യൂമൻ ട്രയൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സെന്ററാണ് യഥാർത്ഥത്തിൽ ഭൂമി എന്ന് പറയുന്നത്. ഈ ട്രയലിന് ബാക്കി എല്ലാവരും സാക്ഷികളാണ്. ഇതിനു വേണ്ടിയിട്ട് സിസ്റ്റം സെറ്റ് ചെയ്യപ്പെട്ടതാണ് ഇതിന്റെ പുറത്ത് കാണുന്നത്. ഈ മലക്കുകളും ഈ പ്രപഞ്ചത്തിലുള്ള ബാക്കി സംവിധാനങ്ങളെല്ലാം തന്നെയും ഈ മനുഷ്യനെ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രയലിനെ ഇങ്ങനെ സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ വളരെ സീരിയസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവന്റ് ആണ് ഹ്യൂമൻ ട്രയൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ റിപ്പോർട്ടിംഗ് ഇതൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ്. എല്ലാ ദിവസവും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളും എല്ലാ ദിവസവും 2 തവണയായിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് റിപ്പോർട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന് പുറമെ ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ഒക്കെ പുറമെ ഒരു ആനുവൽ റിപ്പോർട്ട് എല്ലാ ഷഅബാനിലും അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് എത്രത്തോളം ഗൗരവം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉരുവിടുന്ന ഒരു വാക്ക് പോലും റെക്കോർഡ് ചെയ്യാതെ ഡോക്യുമെന്റ് ചെയ്യപ്പെടാതെ പോകുന്നില്ല. രേഖപ്പെടുത്തുന്ന ഒരാൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്ക് പോലും മനുഷ്യന് ഉച്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിഗൗരവം അർഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹ്യൂമൻ ട്രയൽ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ പ്രക്രിയയിൽ ഈ എക്സാം പ്രോസസ്സിൽ ഇതിന്റെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ളത് മലക്കുകളെയാണ്. ഈ മലക്കുകൾ ഈ പ്രക്രിയ അനുസ്യൂതം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണാം. അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഹാവ് യു എവർ സീൻ ഏഞ്ചൽസ്? എപ്പോഴെങ്കിലും മലക്കുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഹദീസാണ്. ഹദീസ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ല. ജസ്റ്റ് ആ സ്റ്റോറിന്റെ ഒരു ആശയം മാത്രം പറയാം. ബനൂ ഇസ്രായേൽ സമൂഹത്തിലുള്ള 3 ആളുകൾ അള്ളാഹു തആല പരീക്ഷിച്ച ഒരു സംഭവം. 3 ആളുകളെ അള്ളാഹു പരീക്ഷിച്ച ഒരു സംഭവം ഹദീസുകളിൽ വന്ന സ്വഹീഹായ റിപ്പോർട്ടിൽ വന്ന ഒരു കാര്യം. ജസ്റ്റ് അതിന്റെ ഒരു സാരം മാത്രം പറയും, ഒരു ആശയം മാത്രം പറയും. 3 ആളുകൾ, ഒരാൾ ഒരു കഷണ്ടിക്കാരനാണ്, ഒരാൾ ഒരു അന്ധനാണ്, ഒരാൾ ഒരു ലെപ്രസി ബാധിച്ച ആളാണ്. ഈ 3 ആളുകൾ ഒരു സെപ്പറേറ്റ് ആയി വേറെ വേറെ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന 3 പേർ. അള്ളാഹു ഒരു മലക്കിനെ വിട്ട് ഇവരെ പരീക്ഷിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ട്രയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോസസ്സ്. ഈ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 ആളുകളെ പരീക്ഷിച്ച കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഒരാളെടുത്ത് പോയി, ലെപ്രസി ബാധിച്ച ആളെടുത്ത് പോയി അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഒരു മനുഷ്യനായിട്ട് ഒരു സാധാരണ ഒരു സാത്വികനായ ഒരു പ്രായം ഒരാളായിട്ടാണ് ഈ മലക്ക് പോണത്. മലക്ക് പോയി ഈ വ്യക്തിയോട് കണ്ടു, നിങ്ങൾക്ക് എന്താ പ്രയാസം ചോദിച്ചു. ആളെ അസുഖത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ അസുഖം മാറുന്നു. ഇനി എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. എനിക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രക്രിയ 3 ആളുകളും തുടരുന്നു. അന്ധൻ, ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാണെങ്കിൽ ജസ്റ്റ് ആശയം മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അന്ധന്റെ അടുത്ത് പോകുന്നു. അന്ധന് ഇതേപോലെ അന്ധത മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. അന്ധത മാറുന്നു. അദ്ദേഹത്തിനും ധാരാളക്കണക്കിന് സമ്പത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കഷണ്ടിക്കാരൻ അദ്ദേഹത്തിന്റെ മുടിയെക്കുറിച്ച് പ്രയാസം പറയുന്നു. അദ്ദേഹത്തിന്റെ കഷണ്ടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കഷണ്ടി മാറുന്നു. അദ്ദേഹത്തിനും സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ധാരാളക്കണക്കിന് പശുവിന്റെ ഒരു താഴ്വര തന്നെ ഉണ്ടാകുന്ന വിധത്തിൽ അയാൾ സമ്പന്നനാകുന്നു. വേറൊരാൾക്ക് ഒരുപാട് ഒട്ടകം ഉണ്ടാകുന്നു. വേറൊരാൾക്ക് ഒരുപാട് ആടുണ്ടാകുന്നു. അങ്ങനെ ഇവരൊക്കെ ഈ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവരൊക്കെ വലിയ വലിയ മുതലാളിമാരായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വന്നു, ഒരു സാത്വികനായ ആള് വന്നു, പ്രാർത്ഥിച്ചു. പതുക്കെ പതുക്കെ അവർ കയറി വന്നു. ഇവര് കുറെ കാലത്തിന് ശേഷം ഇതേ മലക്ക് വീണ്ടും ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. ഒരാള് എങ്ങനെയായിരുന്നു ഇവർ പണ്ടുണ്ടായിരുന്നത് അതുപോലെയാണ് ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. അതിന് പോയിട്ട് ഓരോരുത്തരടുത്തും ഇങ്ങനെ പോയിട്ട് ചോദിക്കും, ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു തരണം. അങ്ങനെ ഈ ലെപ്രസി ബാധിച്ച ആളടുത്ത്, അയാളിപ്പം വലിയ മുതലാളിയാണ്, അയാളടുത്ത് പോയിട്ട് പറയുന്ന സമയത്ത് അയാള് ഓരോ പ്രയാസങ്ങൾ പറയും. എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ തരാൻ കഴിയില്ല. അപ്പൊ ഇയാൾ പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കും. പക്ഷെ അയാൾ അതൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും. പണ്ട് നിങ്ങളും ഒരു പ്രയാസത്തിലായിരുന്നല്ലോ, എന്നിട്ട് ഒരാൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. ഇതേ സംഭവം പിന്നെ കഷണ്ടിക്കാരന്റെ അടുത്തും ആവർത്തിക്കും. അയാളും ഒഴിഞ്ഞു മാറും. അപ്പൊ അവർക്കെതിരെ ഈ മലക്ക്, അതായത് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത് മലക്കാണ് ആക്ച്വലി. അങ്ങനെ ഇവര് പഴയ പോലെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകും. അതേസമയം അന്ധൻ ആ പരീക്ഷണത്തിൽ വിജയിക്കും. അന്ധൻക്ക് കാര്യം തിരിച്ചറിയുകയും അന്ധൻ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ലോങ് ഹദീസാണത്. ആ ഹദീസ് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എനിവേ,
നമ്മൾ അതിന് ടേക്ക് ചെയ്യുന്ന ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മനുഷ്യരുടെ അടുത്തേക്ക് പോയ ഈ വ്യക്തി മലക്കാണ് എന്ന് നമുക്കറിയാം. നമുക്കറിഞ്ഞ എന്തുകൊണ്ടാ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഇവരിത് മലക്കാണ് എന്നുള്ളത് റിയലൈസ് ചെയ്യാത്തോണ്ടാണല്ലോ അവരെ പരീക്ഷണത്തിൽ തോറ്റുപോയത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ ഈ ഈ പോയത് മലക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നതുകൊണ്ടാണ് ആ വ്യക്തി മലക്കായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടത്. ഈ 3 വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതൊരു മനുഷ്യൻ മാത്രമാണ്. അവർ വന്നു, ഒരാൾ വന്നു, പ്രാർത്ഥിച്ചു, പോയി. വേറൊരാൾ കുറെ കാലം കഴിഞ്ഞ ശേഷം വന്നു, എന്തൊക്കെ പറഞ്ഞു പോയി. ഇത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. പക്ഷെ ഇത് മലക്കായിരുന്നു എന്നും ഇത് പരീക്ഷണമായിരുന്നു എന്നുള്ളതൊക്കെയും ഇതൊരു വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് തിരിഞ്ഞത്. ഈ ഒരു കാര്യത്തെ മുന്നിൽ വെച്ച് ഇനി സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല തന്നെയും പറയുന്നുണ്ട്, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ. മലക്കുകൾ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിക്കുകയാണെങ്കിൽ മലക്കുകൾ മനുഷ്യരായിട്ടാണ് അള്ളാഹു തആല നിയോഗിക്കുക. ഈ ഒരു ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് നമ്മളോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, ഹാവ് യു എവർ സീൻ ഏഞ്ചൽസ്? നിങ്ങൾ മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഐ വുഡ് സേ ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. അത്ര മാക്സിമം പറയാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യരുടെ എണ്ണത്തെക്കാൾ അധികം മലക്കുകൾ ഭൂമിയിൽ ഓരോ നിമിഷവും ഉണ്ട്. മനുഷ്യരുടെ എത്രയോ മടങ്ങ് മലക്കുകൾ ഈ ഭൂമിയിലുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോസസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ട്രയലാണ്. എല്ലാ കാര്യവും ഈ ട്രയലിന്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മലക്കുകൾ പല നിലക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കാണണം എല്ലാവരും മലക്കാണെന്ന് വിചാരിക്കണ്ട, പക്ഷേ ദിസ് ഈസ് എ ഫാക്ട്. ഇതൊരു വസ്തുതയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഈ മലക്കുകൾ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കോസ്മോസിലും ഒരുപാട് മലക്കുകൾ എന്ന് പറഞ്ഞു, 4 വിരൽ വെക്കാൻ പറ്റാത്ത വിധം അത്രയും മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞു. ഈ മലക്കുകൾ എന്താ ചെയ്യുന്നത്? അല്ലാഹു തആല സൂറത്ത് ശൂറയിൽ പറയുന്നു, തകാദു സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിൻ. ആകാശം ഇങ്ങനെ അവരുടെ മുകളിൽ പൊട്ടിപ്പിളരാനായിരിക്കുന്നു. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ എന്താ? വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്. ഭൂമിയിലുള്ള ഈ കൊച്ചു ജീവിക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്റ്റേജും ഒരു വേദിയും എൻ്റയർ കോസ്മോസ് എന്ന് പറയുന്നത് ഗാലറിയുമാണ്. ആ ഗാലറിയിലുള്ള ആളുകൾ, ഈ കുഞ്ഞു ജീവികൾ എങ്ങനെയെങ്കിലും ഈ പരീക്ഷണത്തിൽ വിജയിക്കണമേ വിജയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കളിക്കളത്തിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റയർ കോസ്മോസിന്റെയും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതിഗൗരവപ്പെട്ട ഒരു പരീക്ഷണശാലയിലെ പരീക്ഷണത്തിലാണ് നമ്മൾ എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞോ? സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം, നമ്മൾ ഇന്ത്യയിലെ 100 കോടി മനുഷ്യരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഒരു 11 ആളുകൾ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിക്കാൻ പോയി. നമ്മളെല്ലാം ടാക്സ് ഒക്കെ കൊടുത്തിട്ടെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ ചലനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആവേശവും നമ്മളുടെ പ്രതീക്ഷയും നമ്മുടെ നിരാശയും ഒക്കെ ആയി മാറുകയാണ്. അങ്ങനെ സാഹൂതം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയിൽ അവിടെ പോയ ചില ആളുകൾക്ക് കളിക്കാനാണ് പോയതെന്ന് പോലും അറിയില്ല എന്നുള്ള അവസ്ഥ വെച്ചൊക്കെ ചില ആളുകൾ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളം നോക്കിക്കൊണ്ടിരിക്കുന്നു, വേറെ ചില ആളുകൾ റഫറിയുടെ ട്രൗസർ നോക്കിക്കൊണ്ടിരിക്കുന്നു, വേറെ ചില ആളുകൾ കോർട്ടിന്റെ നെറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത് കളിക്കാനാണ് പോയതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ അതിനേക്കാൾ എത്രയോ ഗൗരവമായ ഒരു വിഷയമാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വളരെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് വളരെ കൗണ്ടബിൾ ആയിട്ടുള്ള കുറച്ചാളുകൾ മാത്രമേ ഈ ഹ്യൂമൻ ആയിട്ടുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്താൻ പറ്റിയത് എൻ്റയർ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി ലോകത്തെടുത്ത് നോക്കിയാൽ കുറച്ചാളുകളെ അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ളൂ. അതിൽ ഈ ഗൗരവവും ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള വളരെ 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 കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് എന്നുള്ളത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് എന്ന് നമ്മൾ ഈ നിമിഷത്തിൽ തിരിച്ചറിയണം. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു ഹദീസോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. ഇത് എത്രത്തോളം ഗൗരവം അർഹിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. ഇത് തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസ്. നമ്മൾ നേരത്തെ ഈ ഹദീസിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഇന്നി അറാ മാ ലാ തറൗന വഅസ്മഉ മാ ലാ തസ്മഊന. തീർച്ചയായും ഞാൻ നിങ്ങൾ കാണാത്ത പലതും കാണുന്നു, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നു. അള്ളാഹു താല നമ്മൾ കേൾക്കാത്ത പലതും കേൾക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നമ്മൾ കാണാത്ത പലതും കാണാനുമുള്ള കഴിവ് അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുണ്ട്. ആ റസൂലിലൂടെയാണ് പലതും നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആകാശം ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അത് നമ്മൾ ഒരു ആലങ്കാരികമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കേൾക്കാനുള്ള കപ്പാസിറ്റി അള്ളാഹു കൊടുത്തതുകൊണ്ടാണ് അത് കേൾക്കുന്നത്. ആകാശത്തിനുള്ളിലുള്ള ഞെരുക്കം, ആകാശം ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. തീർച്ചയായും അത് അങ്ങനെ ഞെരുങ്ങേണ്ടതുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മാ ഫീഹാ മൗദിഉ അർബഅ അസാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബ്ഹതുഹു സാജിദൻ ലില്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, 4 ഫിംഗർ വെക്കാനുള്ള സ്പേസ് പോലും ഈ എൻറ്റയർ കോസ്മോസിൽ ഇല്ല. അവിടെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. അപ്പൊ ആ എൻറ്റയർ മലക്കുകൾ കൊണ്ട് ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ വലിയൊരു പ്രപഞ്ചം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം മൊത്തം. എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ നമ്മൾ നേരത്തെ പറഞ്ഞു, യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായിട്ട് കരയുകയും ചെയ്യുമായിരുന്നു. വമാ തലദ്ദത്തും ബിന്നിസാഇ വമാ തലദ്ദത്തും ബിന്നിസാഇ അലൽ ഫുറൂഷ്, കിടപ്പറയിൽ നിങ്ങളുടെ ഇണകളുടെ മധുരം രുചിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലഖറത്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇങ്ങനെ കേരിച്ച് തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കും. അത്രയും ഗൗരവമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് മനുഷ്യൻ നമ്മൾ ഇപ്പോൾ ഉള്ളത്. വളരെ കുറഞ്ഞ പോർഷൻ മാത്രമേ നമുക്ക് നമ്മുടെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നൽകപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു കോസ്മോസിന്റെ മൊത്തം ടൈം ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ. ആ സമയത്തും ആ സ്ഥലത്തുമാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു നീണ്ട ശ്വാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള, നമ്മളിപ്പോഴും ആ പരീക്ഷണത്തിലാണെന്ന് ബോധ്യപ്പെടാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ മനസ്സിലാക്കാം. കാര്യങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ, നമ്മൾ എത്രത്തോളം വലിയൊരു പ്രോസസ്സിലാണെന്നുള്ളതിന്റെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാളെ അള്ളാഹുവിനെ ഈ പരീക്ഷണത്തിൽ വിജയിച്ചവനായി കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് തോന്നുന്ന ഒരു റൂമി കഥകളിൽപ്പെട്ടൊരു കഥ പണ്ട് വായിച്ചത് ഓർമ്മയുണ്ട്. മനുഷ്യന്റെ ചിന്തയുടെ ആ ചെറുപ്പം. അതില് പെട്ടെന്ന് പറയാം. അതിൽ ഒരാളൊരു ഒരു കടലാസിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. 2-3 ഉറുമ്പുകൾ അതിന്റെ ചുറ്റും നിന്ന് പരസ്പരം ഉള്ള സംഭാഷണമാണ്. ഒരു ഉറുമ്പ് ചോദിക്കുന്നു, അത് ആ വെള്ള കടലാസിന്റെ പ്രത്യേകതയാണ്. മറ്റേ ഉറുമ്പ് പറയുന്നു, അതല്ല, ആ കയ്യിലൊരു കൂർത്ത സാധനമാണ്, അതിൽ നിന്ന് വരുന്ന ആ ലിക്വിഡിന്റെ പ്രത്യേകതയാണ്. മറ്റൊരു ഉറുമ്പ് പറയുന്നു, അതല്ല, അതിന്റെ അപ്പുറത്ത് ഒരു ഉപകരണമുണ്ട്, അതിന്റെ പ്രത്യേകതയാണ്. ജലാലുദ്ദീൻ റൂമി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തയുടെ ആ ലിമിറ്റേഷനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, മലക്കുകളെ കണ്ടിട്ടുണ്ടോ, സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടോ എന്നാണ്. മലക്കുകളെ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല അതേ രൂപത്തിൽ. പക്ഷെ അതിന്റെ സാന്നിധ്യം നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഏത് സൂറത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മളുടെ സംരക്ഷണത്തിനായിട്ട്, സേഫ്റ്റിക്കായിട്ട്, അത് ബോഡി ഗാർഡ് പോലെ നമ്മളുടെ ഇരുവശത്തും മുൻപിലും പുറകിലും അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പലപ്പോഴും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഈ മലക്കുകളാണ്. നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും. എനിക്കും വ്യക്തമായി തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2 സെന്റൻസാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ എൻ്റെ വേറെ ജോലിയിലായിരുന്നു, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് കേൾക്കാനിരിക്കുകയായിരുന്നു. അതിൽ വളരെ നന്നായിട്ടുണ്ട്. ഇതൊരു സാലിഹായ, ഇത് അവതരിപ്പിച്ചതും അതുപോലെ പങ്കെടുത്തതും സാലിഹായ അമലായി സർവശക്തൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. എനിക്ക് തോന്നണേ നമ്മള് ഇപ്പം അവർ പറഞ്ഞ
നമുക്ക് മലക്കായിരുന്നെങ്കിൽ അല്ല, നമ്മൾ എനിബഡി നമ്മളെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അത് പടച്ചോൻ അയച്ചതാണ്. അപ്പോൾ പടച്ചോൻ ചോദിക്കൂലേ നാളെ, ഞാൻ വിശന്നിരുന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, പടച്ചോനെ നീ സർവശക്തനാണ്, നിനക്ക് ഭക്ഷണം വേണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈച്ച് ടൈം നമ്മളെ അടുത്തേക്ക് ആരെങ്കിലും വരണമെങ്കിൽ, ആര് വരികയാണെങ്കിലും നമ്മൾ കൈ മടക്കരുത് എന്നാണല്ലോ. അപ്പോൾ വാട്ടവർ നമ്മുടെ അടുത്തുള്ള എന്താണോ ആ രീതിയിൽ, ചിലപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ആളെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, അതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം പരീക്ഷണമാണ്. അപ്പം എനിബഡി, നമ്മൾ മലക്കാണോ നല്ല മനുഷ്യരൂപത്തിൽ വരുന്ന നമ്മൾ അയൽവാസി ആയിരിക്കാം, ആര് വരികയാണെങ്കിലും നമ്മൾ അവരോട് നോ പറയരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കാണും, ഡൊണേറ്റ് ചെയ്യും, ഇപ്പോൾ ഗാസൊക്കെ ചെയ്യുക, സുഡാനിന് ചെയ്യുക, കോങ്കോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളോട് അതും ചിലപ്പം നമുക്ക് കിട്ടുന്നത് ത്രൂ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ നമ്മളത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്നായിരിക്കും നമ്മളെ പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആര് വന്നാലും അത് പടച്ചോൻ അനുഗ്രഹമായിട്ട് സ്വീകരിച്ച് നമുക്ക് പറ്റുന്നത് കൊടുക്കുക, നല്ല വാക്ക് പറയുക, ചിലപ്പോൾ ഒരു തട്ട് കൊടുക്കുകയായിരിക്കും, ഒരു എന്തായാലും നമുക്ക് പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ്. ചിലപ്പം ചില ആളുകൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു ഹഗ് കൊടുക്കുക, അങ്ങനെ നമ്മൾ എങ്ങനെയാണോ കംഫർട്ട് ചെയ്യേണ്ടത് നമ്മളത് ചെയ്തിരിക്കണം എന്ന് എനിക്ക് തോന്നാം. ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത്രയും ഒരു ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള, പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, ഒരു ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ എത്ര നിസ്സാരനാണ്, അതേ സമയം നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നും രണ്ടും ഒരേ സമയം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. സിഗ്നിഫിക്കന്റ് ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ് എന്നുള്ള ഒരു രണ്ട് തരത്തിലും മനസ്സിലാക്കി തന്നു. ഒരുപാട് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇതിലൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയത്. നല്ല സെഷൻ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് നമുക്ക് നൽകിയ അസ്ലം ഡോക്ടറിനെയും അതുപോലെ ഈ ക്ലാസ് ഇത്രയും സമയം ക്ഷമയോടെ ശ്രവിച്ച എല്ലാവരെയും പിന്നെ ഇത് ഒരു സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ, അതിനുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. ഇനിയും ഭാവിയിൽ നമ്മൾ ഇതുപോലെയുള്ള സെഷൻസ് പ്രതീക്ഷിക്കുന്നു. സൈഫു പറഞ്ഞോളൂ. നൂർജഹാൻ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്താണ് ഗ്രൂപ്പിനകത്ത്. മോറോവർ എന്റെ മോൻ ഉണ്ടായിരുന്നു, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. അവനും കൂടെ അവനിപ്പോ മിൽക്കി വേനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവന് 1 hour ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയാം, പക്ഷെ എന്റെ ലേണിംഗ് വേറൊരു ലെവലിലോട്ട് പോയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൈഫു ഒന്ന് പരിചയപ്പെടുത്താവോ? കേൾക്കുന്നുണ്ട് മാം. ഞാൻ മഞ്ചേരിയാണ് വീട്. ഇപ്പം KMCT കോളേജ് ഓഫ് നഴ്സിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മണാശ്ശേരിയാണ് ഇപ്പൊ താമസിക്കുന്നത്, മഞ്ചേരിയില് തുറക്കല്. മുസ്തഫ സാറിന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മിംസില്, കോഴിക്കോട് മിംസില്. MSc ഞാൻ അവിടെ ചെയ്തത് സാർ. ഞാൻ നൂർജഹാൻ മാം വഴിയാണ് ഇപ്പൊ 2 ദിവസമായിട്ട് ഇപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അപ്പൊ സാറിനെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ സാറിനെ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു, പിന്നെ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിന്റെ ഇടയിൽ ഇതാക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ നല്ലൊരു ചാൻസ് ഇതിലെല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയതിലൊക്കെ.